സുധിയുടെ ഭാര്യ. അല്ലെങ്കിൽ വേണ്ട, രേണു സുധി. ഇപ്പം കുറേ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കാരണം അവർ സ്വന്തമായി ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇതിനു മുമ്പ് ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന് പറയുന്നൊരു പാട്ട് റീല് കടൽ തീരത്ത് വെച്ച് ഷൂട്ട് ചെയ്തതിനെ തുടർന്ന് വളരെയധികം വിവാദമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ രേണു എന്ന് പറയുന്ന ആള്. അതിൽ അവർ വിവാദമാവാനുള്ള കാരണം ഇവർ കൊല്ലം സുധി എന്ന് പറയുന്നൊരു ആളുടെ ഭാര്യയാണ്. പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റാണ്. അലറ ചില്ലറ സിനിമകളിലും പിന്നെ കുറച്ച് ഈ ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയും മാത്രം വൈറലായിട്ടുള്ള ഒരു ആളാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാളുടെ വിയോഗത്തിന് ശേഷം ഭാര്യ ആദ്യമായി ഒരാളുടെ കൂടെ തൊട്ടും പിടിച്ചും കടൽത്തീരത്ത് കടന്ന് ഉരുണ്ടും അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ എതിർപ്പ് ഒരു വലിയ വിവാദമാവുകയും സോഷ്യൽ മീഡിയ ചർച്ചയാവുകയും ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കണമോ, അവർക്കൊരു കരിയർ ഇല്ലേ, അവരത് ചൂസ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ സപ്പോർട്ട് ചെയ്തതിൽ ഞാനിപ്പോഴും വിഷമിക്കുന്നില്ല. കാരണം ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. ഓക്കെ, ആ ചോയ്സിലോട്ട് നമ്മൾ കൈ കടത്തുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവര് സമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തമായിട്ടൊരു ഫേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആളുകളിൽ നിന്ന് പിടിച്ചു പറ്റിക്കൊണ്ടാണ് അവർ സ്വന്തമായിട്ട്, അതായത് കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരാളായിട്ട് സമൂഹത്തിൽ വൈറലാവാതെ സ്വന്തമായ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് മനസ്സിലാവാത്ത മലയാളികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. വേറെ ഒന്നുമല്ല, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ മാജിക്കിലൂടെ അല്ലറ ചില്ലറ സിനിമയിലൂടെ മാത്രം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്നസെന്റ്, കലാഭൻ മണിച്ചേട്ടൻ, പിന്നെ കൊച്ചിൻ ഹനീഫ സർ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഒട്ടും അത്ര ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു കലാകാരനല്ല. അതായത് കേരളത്തിനുള്ളിൽ പോലും ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പം കൊല്ലം സുധി ആരാണ് എന്ന് അറിയാത്ത ആളുകൾ വരെയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ കൊല്ലം സുധിയുടെ ഭാര്യ എന്നും പറഞ്ഞിട്ട് വലിയ വാദോരാതെ വാചാലയായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. ഈ കൊച്ചിൻ ഹനീഫ മണിച്ചേട്ടൻ അവരെ പോലുള്ള ഒരു വലിയൊരു ഫേസ് ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് ക്യാഷും കാര്യങ്ങളും സമ്പാദിക്കാൻ പറ്റാത്തത് കൊണ്ടും രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരി ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അത്രയും ഫേമസ് അല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ നാലാൾക്കാർ അറിയാത്ത ചെറിയ ചെറിയ കലാകാരന്മാർ സിനിമയിലൊക്കെ തല കാണിക്കുക എന്നല്ലാണ്ട് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര സെറ്റപ്പ് ആയിരിക്കത്തില്ല. അതും എനിക്കറിയാം. അപ്പം കുടുംബം റൺ ചെയ്യാനും അവരുടെ സാമ്പത്തിക നീഡ്സ് കാര്യങ്ങളൊക്കെ നിറവേറ്റാനും അവർക്ക് എന്തെങ്കിലും പ്രൊഫഷനും കാര്യങ്ങളൊക്കെ വേണം. അതും ഓക്കെ, സമ്മതിച്ചു. പക്ഷേ സ്വന്തമായിട്ടൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് സാധനങ്ങൾ മാത്രം പടച്ചു വിട്ടിട്ട് ഉണ്ടാക്കുന്നത് മരിച്ചുപോയ കൊല്ലം സുധി എന്ന് പറയുന്ന അയാളൊരു അതുല്യ കലാകാരൻ എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ആ ഒരു കലാകാരനെ നാണക്കേട് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ അവരെ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് അഭിനയം അറിയില്ലെങ്കിൽ ഒരുപാട് പേര് അവരുടെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലിൽ ഹാൻഡ്സ് വെച്ചെന്നൊക്കെ, താഴത്തെ പല്ല് കുറച്ചിങ്ങനെ തള്ളിയിരിക്കുകയാണല്ലോ. ഓക്കെ, അത് ക്ലിപ്പൊക്കെ ഇട്ടാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ബോഡി വേണമെങ്കിൽ ഒന്ന് ജിമ്മിൽ പോയാൽ ഇച്ചിരിയുടെ ഒന്ന് ആരോഗ്യം വെക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിലോട്ടൊന്നും നമ്മളിപ്പം ഒരാൾ അത്രയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലാതെ നോക്കുകയാണെങ്കിൽ അവർക്ക് അഭിനയം എന്ന് പറയുന്ന ആ ഒരു സംഭവം വരുന്നില്ല എന്നുള്ളത് അവരുടെ ഫസ്റ്റ് റീല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർക്ക് ഇഷ്ടം ആക്ടിങ് ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് ഒരുപാട് സമയം ഇപ്പോഴുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ആ ഒരു ആക്ടിങ് സ്കില്ല് വെച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, അവരുടെ ആ ഒരു ആക്ടിങ് സ്കില്ല് ഇപ്പോൾ ഒട്ടും മെച്ചപ്പെട്ടതല്ല. അത്ര കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുമല്ല. കാണുന്ന സമയത്ത് ഇച്ചിരി അസ്വസ്ഥത തോന്നുന്ന തരത്തിലുള്ള ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. പോകെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ വീണ്ടും ഈ തൊട്ടും പിടിച്ചും, നമ്മൾ വിഷയത്തിലോട്ട് ഇപ്പോഴാണ് കിടക്കുന്നത്, ഈ തൊട്ടും പിടിച്ചും മാത്രമേ അഭിനയിക്കുള്ളൂ, ഈ റൊമാൻസ് മാത്രമേ ചെയ്യുള്ളൂ, ഈ ഒരു കൺസെപ്റ്റിൽ റീൽസും കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്ന ആളുകളെ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വീണ്ടും പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രോഷാകുലരാക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊടലും പിടിക്കലും ആന്തലും മാത്രമുള്ളൊരു മേഖലയല്ല ആക്ടിങ്. അവർക്ക് സ്വന്തമായിട്ട് റീല് ക്രിയേറ്റ്, അവർ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ചെയ്തതും റീല് തന്നെയാണ്, അല്ലാണ്ട് സിനിമയൊന്നും അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റീൽ നല്ല രീതിയിൽ അവർക്ക് എന്തെല്ലാം കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നല്ല നല്ല മൂവി സീൻസ് അവർക്ക് സ്വന്തമായി ആക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ദാസേട്ടൻ കോഴിക്കോടിനൊന്ന് മാറ്റി പിടിച്ച് വേറെ ആരുടെയും കൂടെ ഒന്ന് പെയറായിട്ട് ചെയ്ത് എന്തെങ്കിലും നല്ലൊരു ഈ ടച്ചിങ്ങും കിച്ചിങ്ങും അല്ലാണ്ട് ഈ ഞെക്കലും പിടിക്കലും, ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി കൊടുക്കും, ഇതിലൊക്കെ നോക്കുക, അത് അവർ ആ ഒരു ഫീലിംഗ് കാര്യങ്ങൾ അവർ കൊടുക്കുന്ന ആ ഒരു സംഭവം തന്നെ വളരെയധികം റോങ് ആയിട്ടാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം ഓക്കെ, ഹസ്ബൻഡ് മരിച്ച ആൾക്കാരെ തൊട്ടും പിടിച്ചു അഭിനയിക്കരുത് എന്ന് പറയുന്നില്ല. പക്ഷെ ഒരാളുടെ കൂടെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരാളെ തന്നെ കൂടെ പോയി റീല് ചെയ്ത് അതും ഇങ്ങനെ തൊടലും പിടിക്കലും മാന്തലും ഞെക്കലും അമർത്തലും മാത്രമാവുന്ന സമയത്ത്
ആളുകൾ വിമർശിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ വിമർശനം ഏറ്റെടുക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങളെ വിമർശിക്കാനും പാടില്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ണടച്ച് വിഴുങ്ങാൻ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് അവർക്ക് വരുമ്പോഴേക്കും അവർ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. എന്താവശ്യത്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം അവർ ഈ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് അവർ ഒരു കോടി പോലും ഫേമസ് അല്ലായിരുന്നു. അവരെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ നോബി എന്ന് പറയുന്ന ആളുടെ, ബിനു അടിമാലി എന്ന് പറയുന്ന ആളുടെ ഒന്നും ഭാര്യമാരെയും മക്കളെയൊന്നും പുറലോകത്ത് ആർക്കും അറിയത്തില്ല. അതേപോലെ തന്നെയായിരുന്നു ഈ രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരി. രേണു സുധീൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര വഴിയാണ് ഈ പുള്ളിക്കാരി 4 അറിയാൻ തുടങ്ങുന്നത്. പിന്നെ ഒറ്റയ്ക്ക് റീൽസ് ചെയ്യുന്നു. അങ്ങനെ ഈ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെയുള്ള ഒരു റീലാണ് വല്ലാതെ വൈറലായത്. അത് വൈറലായത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിലേക്ക് കൊടുത്തു കഴിയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇത് കാണാനും താൻ ആരെന്ന് മനസ്സിലാക്കാനും വേണ്ടി തുടങ്ങും. അങ്ങനെ തനിക്ക് സ്വന്തമായിട്ടൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മൂവി ആക്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്വന്തമായിട്ടൊരു ഇമേജ് ഇറക്കാനും പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിനു മുമ്പ് വേറെ ഏതോ ഒരുത്തൻ വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട്, ഒരുപാട് കപ്പിൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ശരിയായ രീതിയിൽ അതിൻ്റെ ക്യാപ്ഷൻസും കാര്യങ്ങളും കൊടുക്കാതെ ആൾക്കാരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നതൊക്കെ രേണുവിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ആണ്. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ മകന് കിച്ചു എന്ന് പറയുന്ന മകന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പയ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് ആ പയ്യന് മാത്രമേ ഉള്ളൂ. 4 അടക്കി ആ കുട്ടി ഇറങ്ങി നിന്ന് പറയുന്ന സമയത്ത് നമുക്കത് അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ മകൾക്ക് ഞാൻ മോൻ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിന് മുമ്പേ ആക്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെ സജീവമായിരിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളല്ല. പെട്ടെന്ന് ഭർത്താവ് മരിച്ചതിന് ശേഷം സമൂഹത്തിൽ ഇറങ്ങി ഈ റൊമാൻസ് മാത്രം പിടിച്ചിട്ട് ആക്ടിങ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചീത്തപ്പേരുണ്ടാക്കുക എന്ന നിലയിൽ നിങ്ങളെ മറ്റുള്ളൊരു മോശമായ സ്ത്രീ എന്നേ കണക്കാക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളുടെ ആക്ടിങ് സ്കില്ല് പുറത്തെടുത്ത് അഭിനയിച്ച് കാണിക്കണം. ഇത് അതില്ലാതെ ഈ തൊടലും പിടിക്കലും ഞെക്കലും മാന്തലും മാത്രം ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിങ്ങളെ അല്ലെങ്കിൽ കൊല്ലം സുധി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ചില്ലറ കുഴപ്പമൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ആളുകൾ മെസ്സേജ് വഴി നിങ്ങളെ സൈബർ അറ്റാക്ക് ചെയ്യുള്ളൂ. നിങ്ങളത് പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ടിങ് കുറച്ച് മാറ്റി പിടിച്ച് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക. മകന് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല, അത് ആ മകനെ അറിയാം. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഫേമസ് അല്ലാത്ത ഒരമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു റീൽ ചെയ്ത് വൈറലാകുന്നു. ശേഷം വീണ്ടും മറ്റൊരു പുരുഷൻ അമ്മയുടെ റീലിന് വേണ്ടി ശരീരത്തെ തൊട്ടും പിടിച്ചു ഞെക്കി അമർത്തി ഇത് ആളുകൾ കാണുന്നു. ആളുകൾ അത് മോശമായ രീതിയിൽ വിലയിരുത്തുന്നു, കമൻ്റ് അടിക്കുന്നു. ഇതൊക്കെ ആ പയ്യനെ ഏതെങ്കിലും ഒരു രീതിയിൽ 1% മാനസികമായി തളർത്തുന്നുണ്ടാവും. അത് ആ പയ്യൻ നിങ്ങളോട് പറയാഞ്ഞിട്ട് മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ശേഷി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ആൻഡ് ആക്ടിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു ചാൻസ് കിട്ടും. വെറുതെ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുത്ത് എന്നെ അവരിത് പറഞ്ഞു പിച്ചി നുള്ളി മാന്തി എന്നും പറഞ്ഞ് ചില്ലറ കാര്യം കൂടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സ്വന്തം വ്യക്തിത്വം കളയാതിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണെന്ന് ആൾക്കാർ പറയുന്നു. കൊല്ലം സുധിയുടെ പേര് നശിക്കുന്നു. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെ ആയിരിക്കും, മരിച്ചതിന് ശേഷം എങ്ങനെയാണ്, മരണത്തിൽ ദുരൂഹതയുണ്ട്, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമൻറ്റും കാര്യങ്ങളും ആൾക്കാർ ഇടുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരം, കുറച്ച് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് അഹങ്കാരം തലയിൽ പിടിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.